നമസ്തേ നമസ്തേ. ഞങ്ങളിപ്പോൾ വെളുപ്പിന് 3:30 തിരുപ്പതി എത്തി. ഒരു നല്ല ഹോട്ടലിൽ കയറി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഫ്രഷായി കുളിച്ചു. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. പത്മാവതി അമ്മാവരി എന്ന ടെമ്പിളിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ പോകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചതിനെ ഒരു ഇൻട്രോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. ബാത്റൂമിൻ്റെ വാതിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഈ ബാത്റൂമിൻ്റെ വാതിൽ നോക്കൂ. അപ്പോൾ നമ്മളിപ്പോൾ ശ്രീ ബാലാജി ഗ്രാൻഡ് എന്ന ഹോട്ടലിലാണ്. രാവിലെ 3:30 മണിക്ക് എത്തി. നമ്മൾ കുറേ നേരം ഉറങ്ങി 6 മണിക്ക് എണീറ്റ് കുളിച്ചു ഫ്രഷായി. ഇതാ ഞങ്ങളിനി പത്മാവതി ടെമ്പിളിലേക്ക് പോവാണ്. ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. നോക്കൂ ചേട്ടൻ, ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കൂ. ആ വലിയ മലയാണ് കേട്ടോ. ഇതായിരിക്കും തിരുമലയുടെ ഒരു ഭാഗമായിരിക്കും. കടകളൊക്കെ തുറന്നു ഇവിടെ. തിരുനായ്ക്കളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും തയ്യാറായി കഴിഞ്ഞു കേട്ടോ. 7 മണിക്ക് ഇറങ്ങാന്നല്ലേ പറഞ്ഞിരിക്കണത്. ആ മല കണ്ടു. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് മറ്റേ വെങ്കടാചല അല്ലേ, തിരുമലയുടെ ഭാഗമാണ്. ഫോട്ടോ എടുക്കാൻ നമുക്ക് ഇവിടെ നിന്നിട്ട്. എന്തായാലും ഇനി ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. താഴേക്ക് വന്നപ്പോൾ അവിടെ ദാ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. ലഗേജൊക്കെ എടുത്ത് താഴെ ഇറങ്ങി നിൽക്കുകയാണ്. പോവാൻ തയ്യാറായിരിക്കണം എല്ലാവരും. തൊപ്പിയൊക്കെ വെച്ച ചേട്ടാ, തൊപ്പി വെച്ച വായിക്കട്ടെ. ഇത് പിടിക്കും. കൈ പിടിച്ചൊക്കെയല്ലേ എവിടെയൊക്കെ നോട്ടുള്ള ബാഗ്. ഗ്രാൻഡ് മനസ്സിലായി. ഇത് കാര്യം ചെയ്യാം. നോക്ക് ചേട്ടാ, അവന് ഭംഗിയല്ല അവിടെ കാണാൻ. അവിടെ നല്ലൊരു ഗാർഡനൊക്കെയാണല്ലോ. കണ്ട കണ്ടില്ലേ കൊണ്ടുവരുന്നത്. ബാക്കിൽ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളെങ്ങോട്ടാ ഫസ്റ്റ് പോകുന്ന അറിയോ? പത്മാവതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ A2Bയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പോകുന്നത് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മിനി ടിഫിനാണ് പറഞ്ഞിരിക്കുന്നത്. മിനി ടിഫിൻ. അപ്പോൾ അതിനകത്ത് ഓരോരോ ഐറ്റം വീതം ഉണ്ടാവും. വെച്ചിട്ടായിരിക്കും പോവുക. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ 35 പേരുണ്ട്. 35 പേർക്ക് കൂടി ആയിരിക്കും അവരത് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ടേബിൾ സെർവ് ചെയ്യുക. നേരെ A2B പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ പത്മാവതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പത്മാവതിയിൽ പോകുമ്പോൾ നമ്മൾ വളരെ ദൂരം അറിയില്ല, നമ്മൾ തലയിൽ വെച്ച് നിന്നിട്ടായിരിക്കും. അപ്പോൾ വലിയൊരു ക്രൗഡായിരിക്കും ചെന്ന് കയറുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ പോകുന്നു, ചപ്പൽ സ്റ്റാൻഡിൽ ചപ്പൽ വയ്ക്കുന്നു, നമ്മൾ നേരെ ക്യൂവിൽ കയറുന്നു. അവിടെ ചെല്ലുമ്പോൾ വലിയ ക്യൂ ആണെങ്കിൽ നമ്മൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തായിരിക്കും ദർശനത്തിന് കയറുക. അവിടെ ചെല്ലുന്ന പോലെ ചെല്ലുമ്പോൾ പോകണമെങ്കിൽ നമ്മൾ ജനറൽ ക്യൂ നിന്ന് തൊഴുതിട്ടായിരിക്കും വരിക കേട്ടോ. പത്മാവതി അറിയാവോ? ആരാണെന്ന് അറിയാവോ?
ഭഗവാന്റെ പത്നിയാണ്. ഭഗവാൻ പത്മാവതിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നതും കുബേരിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും 2-3 പ്രാവശ്യം തിരുപ്പതി വന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പത്മാവതി അമ്മയെ കണ്ടിട്ട് വേണം ഭഗവാനെ കാണാൻ പോകാം. അങ്ങനെയാണ് നമ്മൾ പത്മാവതി തൊഴാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതിലുള്ള എനർജി വേണം പോയി ക്യൂ ഒക്കെ നിൽക്കാൻ. പത്മാവതിയിലും തിരക്കുണ്ടാകുന്നത് വ്യാഴാഴ്ചയാണ്. തിരുപ്പതി അറിയാലോ, വ്യാഴാഴ്ച മെയിൻ ദിവസമാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഹാരം കഴിക്കാൻ കേട്ടോ. ഒന്നും സ്കിപ്പ് ചെയ്യരുതേ, എനർജി വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തത് ഒരു 10 മിനിറ്റ്സിനകത്ത് നമ്മളിപ്പോൾ യൂട്യൂബിലെത്തും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ യാത്രയിൽ പരസ്പരം പരിചയപ്പെടുക എന്ന് പറയുന്നത് നമുക്കില്ല. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. സാധാരണ വന്ന് മോക്ഷയിലും ദർശനത്തിലൊക്കെ വന്നവർക്ക് അറിയാം, ബസ്സിൽ വെച്ചൊരു പരിചയപ്പെടൽ, അല്ലാതെ ഒരു ഗാലറിങ്. ഇതിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഈ കിട്ടുന്ന അവസരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ പറ്റുന്ന സമയങ്ങൾ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുക. നമ്മൾ എന്തായാലും ഞാൻ ഇപ്പോൾ നമുക്ക് വളരെ ഷോർട്ട് ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ എന്തായാലും ഒരു ടൈമിൽ ഞാൻ നമ്മളൊരു ചെറിയൊരു നമ്മുടെ 2 കോർഡിനേറ്റേഴ്സാണ്. അരുണാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടിയാണ് ആദർശ്. 2 പേരും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ അടുത്തെത്തി A-B എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത കണ്ടോ നിങ്ങൾ? ഒരു പശുവിനെയും പിടിച്ചിട്ട് ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ? പശുവിനാണെങ്കിൽ പ്രത്യേകത നോക്കൂ, എന്താണെന്നറിയോ? കഴുത്തിൽ നിന്ന് ഒരു കാല് വന്നിട്ടുണ്ട്. അപ്പോൾ 5 കാലുള്ള പശുവാണ് എന്നാണ് അവർ പറയണത്. കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാല് വന്നിരിക്കുകയാണ്. ഇത് ശരിക്കുള്ളതാണോ അതോ ആർട്ടിഫിഷ്യൽ വച്ചിരിക്കുന്നതാണോ നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ പശുവിനെ കൊണ്ടാണ് അവർ ജീവിക്കണമെന്ന് തോന്നുന്നു. മറ്റൊരു സ്ത്രീ കൂടി അവിടെ പശുവിനെ ഇങ്ങനെ പിടിച്ചിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ച ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുകയാണ്. നോക്കൂ, തിരുപ്പതി ഭഗവാന്റെ ഒരു വലിയ പ്രതിമയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, നന്നായി ഉണ്ട് അല്ലേ? A-B സൂപ്പർ. ഇഷ്ടം പോലെ മധുര പലഹാരങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, വാങ്ങാൻ വേണമെങ്കിൽ. ഇപ്പുറത്തുണ്ട് കുറേ ബേക്കറി ഐറ്റംസ്. എല്ലാം ബെസ്റ്റാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോവാം നമ്മൾ കേട്ടോ. ഇഷ്ടപ്പെട്ട സാധനം ഇത്, ഏറ്റവും ഇഷ്ടമാണ് പൊങ്കല്. സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, വേറെ ചമ്മന്തി ഉണ്ട്. ചേട്ടാ ഇതൊക്കെ കഴിക്കുമ്പോൾ വയറിന്നറിയും. പുതിനയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇനി വണ്ടിയിൽ കയറാൻ പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ പത്മാവതി അമ്മാവരി എന്ന ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പത്മാവതി എന്ന് പറയുന്ന ദേവി തിരുപ്പതി ഭഗവാന്റെ പത്നിയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പത്മാവതി അമ്മാവരി ക്ഷേത്രത്തിൽ ഭഗവതിയെ കൂടാതെ ശ്രീ വെങ്കടേശൻ്റെ, അതായത് തിരുപ്പതി ഭഗവാന്റെയും വലിയ ഒരു പ്രതിഷ്ഠയുണ്ട്. 2 പേരെയും നമുക്ക് തൊഴാൻ പറ്റും, അവിടെ തൊഴാൻ പറ്റും. അതുകൂടാതെ അവിടെ തന്നെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. കല്യാണ മണ്ഡപത്തിൽ തിരുപ്പതി ഭഗവാന്റെയും പത്മാവതി അമ്മാവരിയുടെയും തിടമ്പൊക്കെ വെച്ചിട്ട് കല്യാണ മഹോത്സവം ഒക്കെ നടത്തണം ഞങ്ങൾ കണ്ടു. മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഭഗവാന്റെയും ഭഗവതിയുടെയും കല്യാണ മഹോത്സവം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊരു പ്രത്യേക വഴിപാടാണെന്ന് തോന്നുന്നു. തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് പ്രസാദം വാങ്ങിക്കഴിച്ച് പുറത്ത് വന്ന് ഞങ്ങൾ അവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ ഒക്കെ ഒന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ പുറത്ത് വന്ന് കുറച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി. പിന്നീട് ഞങ്ങൾ ഇസ്കോണിലേക്ക് പോകാൻ തീരുമാനിച്ചു.
ഇസ്കോണിൽ എത്തിയിട്ടോ. കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഹരേ രാമ ഹര കണ്ടില്ലേ, ശ്രീ ശ്രീ രാധാ ഗോവിന്ദ അഷ്ടശക്തി ഗിരിരാജ് ലോട്ടസ് ടെമ്പിൾ ഇസ്കോൺ ആണ്. കണ്ടോ, ഇവിടെ നമുക്ക് ഉള്ളിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, എങ്കിലും പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗിരിരാജ് ലോട്ടസ് ടെമ്പിൾ ഇസ്കോൺ. അതിനുള്ളിൽ പോയിട്ട് ഞങ്ങൾക്ക് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അതൊക്കെ. ആ ഇസ്കോണിൽ ഇങ്ങനെ ഒരു ചന്ദനം മുകളിലേക്ക് വരയ്ക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. ഞാനും വരച്ചു കേട്ടോ. ഉള്ളിൽ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഞാനെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ, കുറച്ച് വീഡിയോ ആണ് ഇത്. ഉള്ളിലൊന്നും ഫോൺ എടുക്കാൻ പാടില്ലല്ലോ. ഇവിടെ അന്നദാന സ്ഥലമാണ്, അന്നദാനമാണ്. അതായത് ഇവിടുത്തെ പ്രസാദം അതെല്ലാവർക്കും വിതരണം ചെയ്യുന്ന സ്ഥലമാണ്. പുറത്ത് എല്ലാവരും അത് വാങ്ങിയിട്ട് കഴിച്ചു. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. എന്ത് ഭംഗിയായിട്ട് അത് പണിതിരിക്കണത് കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ രാധയും കൃഷ്ണനും ഒക്കെയുള്ള നല്ല മനോഹരമായ അതിമനോഹരമായിട്ടുള്ള രാധാകൃഷ്ണന്മാരുടെ വിഗ്രഹങ്ങളാണ്. എന്ത് ശാന്തിയായിട്ട് സുഖമായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഉള്ളിൽ കേട്ടോ. പുറത്ത് വന്നാൽ കുറച്ച് പ്രസാദമൊക്കെ വാങ്ങി അന്നപ്രസാദമൊക്കെ വാങ്ങി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇനി അടുത്തത് ഉച്ചക്കലത്തെ ഭക്ഷണത്തിനായിട്ട് ഹോട്ടലിലെത്തും. ഇനി ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പുതിയ റൂം എടുത്തിട്ടുണ്ട്. ആ റൂമിൽ പോയിട്ട് നമ്മളുടെ പെട്ടിയൊക്കെ വെച്ച് ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാമെന്നാണ് നമ്മുടെ അരുൺ, അതായത് നമ്മുടെ കോർഡിനേറ്റർ അരുൺ പറയുന്നത്. ആധാർ കാർഡ് മറക്കുക, ആധാർ കാർഡ് എടുക്കുക. നിങ്ങളുടേതായിട്ടുണ്ട് കേട്ടോ. ചെറിയ ബാഗ് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അകത്തോട്ട് കടത്തില്ല. അപ്പൊ ബാഗിനകത്ത് അവർ ചെക്ക് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരത് മാറ്റി വയ്ക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആരും വേറെ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അമ്പലത്തിൽ ഇടേണ്ട ദക്ഷിണ പൈസയും ഈ കിഴിയും എടുക്കുക, ടാഗ് എടുക്കുക, തൊപ്പി എടുക്കുക. മുണ്ട് ജെൻസ് എല്ലാവരും മുണ്ടെടുത്ത് വേണം വരാൻ, ശ്രദ്ധിക്കണം. മുണ്ടെടുക്കണം. വെള്ളമുണ്ടില്ലാത്തവർ അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് മേടിക്കണം കേട്ടോ. കാവി കൊടുക്കാൻ പറ്റില്ല സാറേ, വെള്ളം മുണ്ട് കൊടുത്ത് തന്നെയാണ്. ഓക്കെ, കാവിയാണെങ്കിൽ കാവി കൊടുക്കാം. ഷർട്ട് എടുക്കണം സാറേ. ഷർട്ടും മുണ്ടുമാണ് ജെൻസിന് ധരിക്കേണ്ടത് കേട്ടോ. സ്ത്രീകൾക്കാണെങ്കിൽ സാരിയും, ചുരിദാറാണെങ്കിൽ വിത്ത് ഷോളും. ചുരിദാർ ധരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഷോൾ മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഷോള് മെയിലിൽ വേണം. മെയിലൊരു മറ പോലെ ഒരു തുണി, അത് ഷോളായാലും നേരിയതായാലും ചുരിദാർ എടുക്കുന്നവർ എടുക്കാം. ഓക്കെ, ആധാർ കാർഡ് എല്ലാവരും എടുക്കുമല്ലോ, മറക്കൂലല്ലോ. ആധാറിന്റെ നമുക്കൊരു നമ്മളെ ID പ്രൂഫ്, ഫേസും പേരും ക്ലിയർ ആയിട്ടുള്ള ഒരു ID പ്രൂഫ് വേണം. ആധാർ ഒറിജിനൽ ഇല്ല കയ്യില്. ശരി, കോപ്പി കറക്റ്റ് നമ്മൾ 11 മണിയാകും തിരിച്ചോ. അപ്പൊ അതുവരെ ഫോൺ കയ്യിൽ കിട്ടത്തില്ല. അപ്പം അവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണാതെ വന്നു അവർ പ്രശ്നം വരും. അപ്പൊ മെസ്സേജ് ഇട്ടേക്കുക, ദർശനത്തിന് പോവുകയാണ്, തിരിച്ചു വന്നിട്ട് മാത്രമേ ഫോൺ കയ്യിലെടുക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ടൈം പറയുക കേട്ടോ. രാത്രി 10 മണിക്ക് നമുക്ക് ഫോൺ അവൈലബിൾ അല്ല എന്നുള്ളത് ഒന്ന് എല്ലാവരും അവരവരുടെ റിലേറ്റീവ്സിനെ, അതാണ് വീട്ടിലുള്ളവരെ ഒന്ന് വിളിച്ച് അറിയിച്ചേക്കുക. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് 35 പേർക്കും ഒരേ സമയം തൊഴാൻ വേണ്ടി 5 സ്ലോട്ടുകളിലേക്ക് 5 സ്ലോട്ടിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതിൽ 5 കാറ്റഗറിയാണ്. ടിക്കറ്റ് എല്ലാം ഒരുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെയാണ് എൻട്രി. പക്ഷെ നമുക്ക് 35 പേർക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ 5 കാറ്റഗറിയിൽ നിന്നായിരിക്കും എടുത്തിരിക്കുന്നത്. അതിൽ ഈ കല്യാണ ഉത്സവം എന്ന് പറഞ്ഞ ടിക്കറ്റ് ചിലവർക്ക് കിട്ടും. അവർക്ക് മാത്രം ഒരു ലഡുവിന്റെ കൂടെ ഒരു പട്ട് തുണി കൂടി കാണും കേട്ടോ. ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ അത് മറ്റുള്ളവർ തമ്മിൽ വ്യത്യാസമില്ല. നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ആ സ്ലോട്ടിൽ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ പട്ട് കിട്ടുക. അത് എനിക്ക് തോന്നുന്നു 35 പേരിൽ 4-5 പേർക്ക് ആ
സ്ലോട്ട് ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ അത് കിട്ടുമ്പോൾ മറ്റുള്ളവർ ടെൻഷൻ ആവരുത്. അത് ആ സ്ലോട്ടിൽ കിട്ടിയതുകൊണ്ട് കിട്ടുന്നത് കേട്ടോ. ബാക്കി എല്ലാവർക്കും ഫ്രീ കിട്ടും, അതിനുണ്ടായിരിക്കും. ഇതിന്റെ വ്യത്യാസം ഒരു 10 മാത്രം എക്സ്ട്രാ കിട്ടും. ഇറങ്ങി കയറും, എത്രയും പെട്ടെന്ന് അകത്ത് കയറി നമുക്ക് 1 മണിക്കൂർ സമയം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും 1:30 താഴെ എത്തുക. ഓക്കെ. ഹോട്ടൽ ബാലാജി പാർക്ക് എന്നാണ്. നോക്കൂ, നല്ല ഹോട്ടലാട്ടോ. ബെസ്റ്റ് ഒരു കിടക്കയുണ്ട്, കസേരയുണ്ട്, ടീപ്പോയുണ്ട്, അലമാരിയുണ്ട്, എല്ലാം ഉണ്ട്. TV ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ബെസ്റ്റ് ഹോട്ടൽ. അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതാണ് അടിപൊളി കാഴ്ച. കണ്ടോ, ഏറ്റവും മുകളിൽ മലയാണ് കേട്ടോ. അതാണ് തിരുമല. അവിടെ അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ വാഹനമൊക്കെ പോയിട്ട് നമ്മൾ ദർശനത്തിന് പോകാൻ പോണത്. തൊട്ട് താഴെ വലിയൊരു ഗാർഡനാണ്, ഒരു ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെയാണ് തോന്നണത്. പേര് ഞാൻ അവിടെ നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾക്ക് കിട്ടിയ റൂമിൻ്റെ ജനലേക്കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയോ. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം തന്നിട്ടുണ്ട്. 1:30 മണിയാകുമ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങും. വളരെ സിമ്പിളായിട്ടാണ് ഇറങ്ങേണ്ടത്. ആധാർ കാർഡ് നിശ്ചയമായിട്ട് എടുക്കണം. ട്രഡീഷണൽ ഡ്രസ്സാണ് ധരിക്കേണ്ടത്, ചെരുപ്പൊന്നും ധരിക്കാൻ പാടില്ല എന്നൊക്കെ അരുൺ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരുപ്പതിയിലേക്ക് സ്റ്റാർട്ടാവും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.